Steroids in ophthalmology. Great power comes with great responsibility. അതായത് സ്റ്റീറോയിഡ്സ് നമ്മളുടെ ഒഫ്താൽമോളജിയിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. അതായത് മെയിൻലി രണ്ട് കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. എങ്ങനെ ഒക്കെ ഉപയോഗിക്കാം, എന്തൊക്കെയാണ് അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന്. കണ്ണിന്റെ നീർക്കെട്ട് കുറയ്ക്കാൻ, അതായത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനാണ് നമ്മൾ മെയിൻലി സ്റ്റീറോയിഡ് ഉപയോഗിക്കുന്നത്. ചില കണ്ടീഷൻസ്, ഒപ്റ്റിക് ന്യൂറൈറ്റിസ്, കണ്ണിന്റെ ഞരമ്പിന് നീർക്കെട്ട് വരുന്ന കണ്ടീഷനിൽ കാഴ്ച പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീറോയിഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ തരത്തിലാണ് നമുക്ക് സ്റ്റീറോയിഡ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നത് കണ്ണിൽ? ഒന്ന്, ടോപ്പിക്കൽ യൂസ്, അതായത് തുള്ളിമരുന്നിന്റെ രീതിയിൽ. രണ്ട്, ഇൻട്രാവിട്രിയൽ സ്റ്റീറോയിഡ്സ്, കണ്ണിന്റെ അകത്തോട്ട് നമ്മൾ ഇഞ്ചക്ഷൻ രൂപത്തിൽ എടുക്കുന്നത്. മൂന്ന്, മരുന്ന് രൂപത്തിൽ നമ്മൾ ശരീരത്തിലോട്ട് എടുക്കുന്നത്. എപ്പോഴൊക്കെയാണ് സ്റ്റീറോയിഡ്സ് കണ്ണിൽ നമ്മൾ ഉപയോഗിക്കുന്നത്? ഏതൊക്കെ അസുഖങ്ങളിൽ? ഒന്ന്, യുവിഐറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിൽ, അല്ലെങ്കിൽ കണ്ണിൽ സ്വെല്ലിംഗ് വരുമ്പോൾ, ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ വരുന്ന ആൾക്കാരിൽ കണ്ണിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ സ്റ്റീറോയിഡ്സ് കൊടുക്കും. അതുപോലെ തന്നെ ഈ ഒപ്റ്റിക് ന്യൂറൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ. ഇനി ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റീറോയിഡ്സ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണെങ്കിലും അത് പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഒന്ന്, കാറ്ററാക്ട്, കണ്ണിൽ തിമിരം വരാം. രണ്ട്, സ്റ്റീറോയിഡ് ഇൻഡ്യൂസ് ഗ്ലോക്കോമ, കണ്ണിന്റെ പ്രഷർ കൂടുന്ന ഒരവസ്ഥ വരാം. മൂന്ന്, ചില ഇൻഫെക്ഷൻസ്, അതായത് ഫംഗൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഹെർപ്പിസ് ഇൻഫെക്ഷൻ എല്ലാം സ്റ്റീറോയിഡ് അങ്ങനെ ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് നമ്മൾ സ്റ്റീറോയിഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഫ്ലെയർ അപ്പ് ആയിട്ട് വരാം. പൊതുവെയുള്ള ഒരു വൂണ്ട് ഹീലിങ്ങിനെ അത് ഡിലേ ചെയ്യാം. ഇതാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ്. അപ്പോൾ ഒരിക്കലും സ്റ്റീറോയിഡ് നിങ്ങൾ സ്വന്തമായിട്ട് ഉപയോഗിക്കരുത്. ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം സേഫായ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റീറോയിഡ് ഉപയോഗിക്കാവുന്നതാണ്.